ഇസ്താംബൂളിൽ സമാധാന ചർച്ച അതിനുവേണ്ടിയുള്ള വേദി ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത്. 41 ബോംബർ വിമാനങ്ങളെ നശിപ്പിച്ചു. അതുപോലെ 2 വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചു. റഷ്യ കനത്ത തിരിച്ചടി കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് ലോകം. ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അടുത്തെങ്ങും അവസാനിക്കുന്ന കോളില്ലെന്നാണോ? അല്ല, ഒന്ന് ഈ നിമിഷം അടിച്ചതെന്ന് വെച്ചാൽ ഒരു സമാധാന സന്ധ്യ നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു മേൽക്കൈ ഇല്ലെങ്കിൽ പോലും നമ്മളത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റാത്ത അവഗണിക്കാൻ പറ്റാത്ത വോയിസ് ഫീൽ ഉണ്ടാക്കണം. അതിന് ചെയ്ത പണിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഫൈറ്റ് ചെയ്തിട്ട് തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചയ്ക്ക് പോയി അവന്മാർ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിനെ അൻവറിനെയൊക്കെ UDF കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. അതുപോലെ കേരള കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമോ? ഇല്ലല്ലോ. ലീഗിനെ കൈകാര്യം ചെയ്യും? ഇല്ലല്ലോ. ഒട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥ മിനിമം കേരള കൈകാര്യം ചെയ്യാൻ ആലോചിക്കുക പോലും. അപ്പോൾ മിനിമം കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയിലേക്കെങ്കിലും എത്തണ്ടേ? CPIനും CPM-നും എളുപ്പം വേണേൽ കൈകാര്യം ചെയ്യുക. അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അതേപോലെ മാണിനെ ഒഴിവാക്കാൻ പിണറായി തയ്യാറാവില്ല. മാണിൻ്റെ കയ്യിൽ വോട്ടുണ്ട്. 10 തരങ്ങൾ തോൽപ്പിക്കാനെങ്കിലും മാണിക്ക് പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതേപോലെ ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചൊരു അടിയാണ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള അടിയാണ്. പക്ഷെ പുട്ടിൻ ഇത് വെറുതെ വിടുവോ? കാരണം പുട്ടിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ പുട്ടിന് താല്പര്യമില്ലല്ലോ. പുട്ടിൻ പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയ യുദ്ധം അല്ലല്ലോ അത്. പുട്ടിന് ആദ്യം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് റഷ്യൻ കൾച്ചർ സെൻ്ററിൽ അവിടെ റഷ്യൻ ഗവൺമെൻറ് പ്രതിനിധി വന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു. എന്നെ 3-4 ആളുകൾ വിളിച്ചു സ്വഭാവം. അപ്പോൾ അവർ ഞാൻ ചോദ്യം ചോദിക്കാതെ ഞാൻ ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ അവർക്കൊരു ഫുൾ ഫ്ലഡ്ജഡ് വാറിലൊരു താല്പര്യമില്ല. അവർക്ക് 1-2 കാര്യം അവരുടെ താല്പര്യം എന്ന് വെച്ചാൽ അവർക്ക് ചില ഏരിയ ഉണ്ട്. ക്രീമിയൻ അവന് ചോദിക്കാൻ നിൽക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇവർ നാറ്റോയിൽ ചേരരുത്. പിന്നെ ഉക്രൈൻ. രണ്ടാമത്തത് അവിടെ ഇവിടെ റഷ്യൻ വംശജ ആളുകൾ താമസിക്കുന്ന 2 പ്രൊവിൻസുകളുണ്ട്. അവിടെ അവർ കിട്ടിയ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, മാതാൻ നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. ഈ സെലൻസ്കി നന്നായി ഭ്രാന്തനാണ്. പുട്ടിനെ കണ്ട വലിയ ഭ്രാന്തനാണ് സെലൻസ്കി. സെലൻസ്കി ഒരു ഹാസ്യ കൊമേഡിയന് കുക്കുമായിരുന്നു, 2 കൂടിയായിരുന്നു. ഈ 2 ഷോയും മുമ്പ് നടത്താറുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഈ പറഞ്ഞ തന്നെ നാറ്റോൻ്റെ ആളുകളെല്ലാം കൂടി ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് പോയത്. പുട്ടിനാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ പിന്നോട്ടെക്കുന്ന സ്വഭാവമില്ല. അപ്പം അങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് ഇത് പോയത്. അപ്പം ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രംപ് വന്നതോടുകൂടി തന്നെ അവരുടെ കാര്യങ്ങൾ ഏതാണ്ട് നടപ്പിലാവുന്ന ഒരു അവസ്ഥയാണ്. ട്രംപ് സെലൻസ്കിനെ പറഞ്ഞു വിട്ടല്ലോ, അപമാനിച്ചു വിട്ടു. അപ്പം റഷ്യക്ക് ഇപ്പോൾ ഒരു മേൽക്കൈയുണ്ട്. മേൽക്കൈയുള്ള സമയത്ത് ഈ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ റഷ്യക്ക് അത് ഭയങ്കര ക്ഷീണം. പക്ഷേ $100 കോടി നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അത് റഷ്യ ക്ഷമിക്കുമോ? അതിപ്പം അതിന് തിരിച്ചടിച്ച് പിന്നെയും അങ്ങോട്ട് തിരിച്ചടിച്ച് അവിടെ നശിപ്പിച്ചിട്ട് ഇപ്പം എന്ത് കാര്യം? റഷ്യ അവർക്ക് നല്ല അവിടെ ലോകത്ത് ഏറ്റവും വലിയ ചരക്ക് വിമാനം അവിടെ അല്ലായിരുന്നു. റഷ്യ വെറുതെ ബോംബിട്ട് നശിപ്പിച്ചല്ലേ. റഷ്യ ഇതിന് കയ്യും കണക്കുണ്ടാവട്ടെ. നിങ്ങൾ പലതും അറിയാത്തതുകൊണ്ടാണ്. റഷ്യ ഇതിന് അവിടെ കയ്യും കണക്കും. റഷ്യ ഉക്രൈന് വലിയ ദോഷമാണ് വരുത്തി. ഇവിടെ ചില ഈ പറയുന്നതിൻ്റെ അതിൽ പൊങ്ങച്ചക്കാര യൂട്യൂബേഴ്സ് വന്നത് റഷ്യ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അല്ല, അവരൊക്കെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അല്ല ഇന്ത്യ വീണു, പാകിസ്ഥാൻ അടിക്കുന്നു, എന്നിട്ട് എന്തായി? അത്രയേ ഉള്ളൂ. അതൊന്നും നമ്മൾ വലിയ മൈൻഡ് അവിടെ റഷ്യൻ കാര്യമായ രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പം ലാഹോറിൽ മറ്റേ കറാച്ചി തുറമുഖത്തിൽ INS വിക്രാന്ത് എന്ന് പറയുന്നത് യുദ്ധക്കപ്പലാണെങ്കിലും അത് വിമാനവാഹിനി കപ്പലാണ്. അവിടുന്ന് മിസൈലൊന്നും അയക്കാൻ പറ്റില്ല എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ വരെ തള്ളിയ തള്ളു നമ്മൾ കണ്ടത്. നിങ്ങൾ പറഞ്ഞില്ലേ, 2 നമ്മുടെ ചാനലുകൾ നമ്മുടെ മീഡിയയും പൊതുവെ റെസ്പോൺസിബിളാണ്. അത് യുദ്ധ സമയത്തേക്കുള്ള നോക്കിയാൽ മതി. നിങ്ങൾ അതിപ്പോൾ ആകപ്പാടെ യുദ്ധസമയത്ത് ദേശാഭിമാനിയും ജനയുഗം ചെയ്യില്ല, ദേശാഭിമാനിയും പിന്നെ ഒരു മുസ്ലാമിസ്റ്റ് പത്രങ്ങളുമാണ് കുറച്ച് വ്യത്യസ്തമായി എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ചാനലുകൾ പൊതുവെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതാണ്. ഈ 2 ചാനലുകൾ വന്നതോട് കൂടിയിട്ട് അവർക്ക് എന്താണ് ആ സമയത്ത് കച്ചവടമാകുക? അതുവരെ അവർ RSSനും BJPക്കും എതിരായി. പിന്നെ BJP RSSനെക്കാളും വലിയ ദേശസ്നേഹികളായി. മോഡി ആക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മോഡിക്ക് അടിക്കുന്നില്ല ഷെരീഫ്. അപ്പോൾ RSS വരെ ഞാനാണ് RSS, എനിക്ക് ഭ്രാന്തായത് അവർക്ക് ഭ്രാന്തായത് ആലോചിക്കുന്ന അവസ്ഥയാണ്. അത് നോക്കണം. അതായത് 2 ചാനലുകൾ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവർക്ക്. അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രീതിയിൽ റഷ്യ ഒരു അടി കൊടുത്ത് മേൽക്കൈ നേടിയതിന് ശേഷമാണ് പുട്ടിൻ ചർച്ചയ്ക്ക് പോയത്. പുട്ടിൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ പൂച്ച എലീനെ തട്ടിക്കളിക്കുക അതുപോലെ കളിക്കാൻ ഉക്രൈനിട്ട്. ആ ഒരു
അപ്പം അല്ല, സെലൻസ്കിയോട് ഭയങ്കര പുച്ഛവും വലിയ അവഗണനയുമായിരുന്നു പുടിനുള്ളത്. അത് മിലിറ്ററി ജനറൽസിന് പൊതുവേ ഉള്ളതാണ് മറ്റുള്ളവരോട്. ഈ രാഷ്ട്രീയ ഇയാൾ ഒരു ആക്ടറും അന്ന് ഞാൻ പറഞ്ഞില്ല വന്ന റഷ്യൻ ഡിപ്ലോമാറ്റ് അല്ല, അവിടെ പുടിൻ്റെ ഉപദേശക കൗൺസിലേറ്റുള്ള ആളാണ്. അങ്ങനെ ഭയങ്കര പുച്ഛമാണ് സെലൻസ്കിനോട്, ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ അവരൊക്കെ അയാളെ കാണുന്ന ആ രീതിയിലാണ്. അപ്പോൾ ഇയാൾ ഈ എലി പൂച്ചേനിട്ട് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുമ്പോൾ എലി ആടി ഒരു കടി കൊടുത്താണ് ഇപ്പോൾ. എന്നാലും സെലൻസ്കിക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു അടി റഷ്യക്ക് കൊടുക്കാൻ സെലൻസ്കിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, നാറ്റോ. അത് നമുക്ക് ഉറപ്പിക്കാമോ? പിന്നെ വേറെ ട്രംപ് ചെയ്യില്ല. ട്രംപിൻ്റെ കളി വേറെ ലെവലിലുള്ള കളിയാണ്. ഇത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. അവർക്ക് അവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ വേണം. യൂറോപ്പിൽ ഇപ്പോൾ അവർക്ക് കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ യൂറോപ്പിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് സാധനങ്ങൾ വിറ്റ് പോകണം, ഈ ആയുധ കച്ചവടം നടക്കണം. പിന്നെ അവരുടെ കൺട്രോൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ വന്ന് അമേരിക്ക വന്ന് അവരിങ്ങനെ അകന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഉക്രൈനാണ് ഈ അഫ്ഗാനിസ്ഥാൻ. റഷ്യ എന്നുള്ള തലവേദന അവിടെ വേണം, തലവേദന വേണം. ആ തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സമാധാനത്തിലേക്ക് പോകുന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ ഇവർക്ക് കുറച്ച് ആയുധങ്ങൾ സെലൻസ്കിക്ക് എത്തിച്ചു കൊടുത്തിട്ട് രഹസ്യമായി 12 അടിച്ചു പോകും. ട്രംപിന് ഇത് അറിയാമെങ്കിൽ ട്രംപിന് ഓപ്പൺ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ട്രംപ് തന്നെ ഇടയ്ക്ക് പുടിനായിട്ട് ഒന്ന് ഉടക്കിയിരുന്നു. എന്നാൽ മറ്റൊരു സന്തോഷിപ്പിക്കാൻ പുടിനോടുള്ള കളിയിൽ എന്താ പ്രശ്നം, മൂപ്പര് പുടിനായിട്ടുള്ള ക്ലോസ് ആണ്. മൂപ്പരാക്കുന്നത് പുടിന് വലിയൊരു പങ്കുണ്ട്. പുടിൻ്റെ ഏജന്റാണ് സത്യത്തിൽ ഈ ട്രംപ്. അത്യം നോക്കിയോ, ഇയാൾക്ക് വേണ്ടിയുള്ള പണി മൊത്തം എടുക്കുന്ന പുടിനാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് അമേരിക്കനെ മറ്റേ ഡീപ് സ്റ്റേറ്റിനെ നമുക്ക് സന്തോഷിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ പുറത്ത് അഭിനയിക്കുന്നത്. ശരിക്കും ഇയാൾ വന്നോടുകൂടിയിട്ട് ട്രംപ് വന്നോണ്ട് പുടിന് നല്ല അപ്പഹാൻഡ് കിട്ടിയിരിക്കുക. ബൈഡനൊന്നും ആ രീതിയിലായിരുന്നില്ല. ബൈഡനോ റഷ്യൻ അതെ. അപ്പം ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിന് സപ്പോർട്ട്, ഡീപ് സ്റ്റേറ്റ് കൊടുത്ത ആയുധങ്ങളാണ് ഈ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇന്ത്യക്കെതിരെ എന്താ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഡീപ് സ്റ്റേറ്റ് അറിയാതെയാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഇവർ ശരിക്കും ഇസ്രായേലിനെതിരെ മറ്റേ റോക്കറ്റ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തി തന്നെ മറ്റു സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചീപ്പായിട്ടുള്ള റോക്കറ്റുകളാണ്, പക്ഷേ ആ മാസ് സ്കെയിലിൽ മേടിക്കുമ്പോൾ വലിയ ലാഭം കിട്ടും ഇവർക്ക്. ഇതിപ്പോൾ തുർക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ എഞ്ചിനൊക്കെ പലതും അമേരിക്ക എന്നൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും അതെ, ബാക്കി അസംബിൾ ചെയ്യുന്ന മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമാണിത്. ഇതൊരു സ്ട്രിങ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇനി പറയും പോലെ പുടിന് ഈ പ്രായവുമായി ഈ പറയുന്ന എന്താണ് ഏതൊരു മമ്മൂട്ടിൻ്റെ സിനിമ ഉണ്ടായിരുന്നു, നെടുമുടി വേണു സിദ്ദീഖൊക്കെ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അതിലെ ഈ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനെ പോലെ പ്രായത്തിൻ്റെ ഭ്രാന്തും പൊതുവെയുള്ള ഭ്രാന്തും എല്ലാം കൂടി വല്ല ആണവായുധത്തെ ഉപയോഗിച്ചാൽ തീർന്നു. ലോകമഹായുധങ്ങൾ മൊത്തം വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ലോകമഹായുധങ്ങൾ മൊത്തം ഉണ്ടായത് ഇങ്ങനെ പുകഞ്ഞാണ്. 2 വർഷം പുകഞ്ഞാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ പോയില്ലെന്ന് പ്രതീക്ഷിക്കുക. കാരണം 2 ലോകമഹായുധം ലോക ആവശ്യത്തിൽ പഠിച്ചതാണ്. 2 അമേരിക്ക തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു പ്രശ്നം തീർക്കണമെന്ന് അവർക്ക് കോൺഫ്ലിക്റ്റ് വേണം. പക്ഷേ മറ്റേ സാധനം ഉപയോഗിക്കുന്ന അവർക്ക് പേടിയുണ്ട്, കൈവിട്ടു പോകും. കൈവിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല, പാകിസ്ഥാൻ ഈ സാധനം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാനിലുള്ള ഈ സാധനം പൊലിഫറേറ്റ് ചെയ്യും. അതാണ് അവരുടെ പേടി. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സാധനം പോകും, ഈ ഭീകരവാദ സംഘടനകളുടെ ഈ സാധനം കിട്ടും. അതാണ് അവരുടെ പേടി, വേറെ ഒന്നുമല്ല അവരുടെ പേടി. ഇന്ത്യ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവന്മാർ ലോകത്തോട് മൊത്തം പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ സാധനം ഉണ്ടാക്കി വെച്ച സാധനമുണ്ട്, പിന്നെ ടെക്നോളജി കൈമാറിയാൽ മതി. ആ പേടിയുണ്ട് അമേരിക്ക. ഇന്ത്യക്കൊരു പണി കൊടുക്കണമെന്ന് അമേരിക്ക ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചതാണ്. അല്ല, അവരാലോചിക്കാതെ നല്ല അവർ ഇന്നാളുകൾ ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്തത്. ഇത് ട്രംപ് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഡീപ് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. പക്ഷേ എനിക്ക് തോന്നുന്നു പുടിൻ കൈവിട്ട കളിയും കളിക്കില്ല പ്രതീക്ഷിക്കുക. അതെ, അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുള്ളൂ. അതെ, നമുക്ക് പ്രതീക്ഷകളാണല്ലോ ലോകത്തെ നയിക്കുന്നത്. നമുക്ക് നെഗറ്റീവായി പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവരൊക്കെ അത്യാവശ്യം ഇപ്പം ട്രംപൊക്കെ ഭ്രാന്തനാണെങ്കിലും ഇവരൊക്കെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. ആരും ഈ മറ്റേ സാധനത്തിൽ കൈവെക്കുന്നില്ല. ഇസ്താംബൂളിൽ നിന്ന് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം, വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.